ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് വിത്ത് അൽക്ക. മാർച്ച് 1 മുതൽ 7 വരെയുള്ള വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് 2027 എന്നത് ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ്. 2027 സെൻസസിൻ്റെ മാസ്കോട്ടുകളും 4 ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സോഫ്റ്റ് ലോഞ്ചും ന്യൂഡൽഹിയിൽ വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സഹകരണ മന്ത്രിയുമായ അമിത് ഷാ പുറത്തിറക്കി. 2027 സെൻസസിൻ്റെ മാസ്കോട്ടുകളാണ് പ്രഗതി, വികാസ് എന്നിവ. 2 ഘട്ടങ്ങളിലായാണ് ഇത്തവണ സെൻസസ് നടക്കുന്നത്. ഒന്നാം ഘട്ടമെന്ന് പറയുന്നത് ഭവന പട്ടികപ്പെടുത്തലും ഭവന സെൻസസുമാണ്. രണ്ടാം ഘട്ടം ജനസംഖ്യാ കണക്കെടുപ്പ്. മീ ഹെൽത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ. കേരള ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മീ ഹെൽത്ത്. അടുത്തുള്ള സർക്കാർ ആശുപത്രികൾ, സൗകര്യങ്ങൾ, സേവനങ്ങൾ, ഡോക്ടർ അപ്പോയിൻമെൻറ്റുകൾ, ലാബ് നിരക്കുകൾ എന്നിവ കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ് ഈ ആപ്പിലൂടെ ഉദ്ദേശിക്കുന്നത്. റെയ്സീന ഡയലോഗ് 2026. അന്താരാഷ്ട്ര സമൂഹം നേരിടുന്ന ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയവും ഭൗമ സാമ്പത്തിക ശാസ്ത്രവും സംബന്ധിച്ച മുൻനിര സമ്മേളനമാണ് റെയ്സീന ഡയലോഗ്. റെയ്സീന ഡയലോഗിൻ്റെ 11ാം പതിപ്പ് 2026 മാർച്ച് 5 മുതൽ 7 വരെ ന്യൂഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ റെയ്സീന ഡയലോഗിൻ്റെ പ്രമേയം അഥവാ തീം എന്നത് സംസ്കാരം, ഉറപ്പ്, താമസം, പുരോഗതി എന്നതാണ്. ന്യൂഡൽഹിയുടെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയും ഗവർണർ തരൺജിത് സിംഗ് സന്ധുവും ആണ്. മൂൺഷോട്ട് പ്രൊജക്റ്റ്. ബ്രെയിൻ പ്രോസസ്സറുകൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആരംഭിച്ച പ്രൊജക്റ്റാണ് മൂൺഷോട്ട് പ്രൊജക്റ്റ്. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനോ പുനഃസ്ഥാപിക്കുന്നതിനോ ന്യൂറോമോർഫിക് ഹാർഡ്വെയറും AI അൽഗോരിതങ്ങളും സംയോജിപ്പിക്കുന്ന ബ്രെയിൻ പ്രോസസ്സറുകളുടെ നിർമ്മാണമാണ് ഈ പ്രൊജക്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പ്രൊജക്റ്റിനു വേണ്ട ധനസഹായം നൽകുന്നത് പ്രതീക്ഷ ട്രസ്റ്റാണ്. പുതിയ ശുദ്ധജല മത്സ്യ ഇനങ്ങൾ. നാഗാലാൻഡിൽ കണ്ടെത്തിയ പുതിയ 2 ശുദ്ധജല മത്സ്യ ഇനങ്ങളാണ് ഗ്ലിപ്റ്റോതൊറാക്സ് സെൻറ്റിമെറേനി എന്നതും ഒറൈക്തിസ് എലിയാന എന്നതും. ബ്രഹ്മപുത്ര നദിയിലാണ് ഇവയെ കണ്ടെത്തിയത്. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ. മുഖ്യമന്ത്രി നെഫ്യൂ റിയോ. ഗവർണർ നന്ദകിഷോർ യാദവ്.